വിവേകാനന്ദ സ്വാമിജി പറഞ്ഞിരിക്കുന്ന സീതാദേവിയെക്കുറിച്ച്, സീതാദേവിയെ പോലെ ഒരു രത്നം ഇനി ഉണ്ടാവുകയുമില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സീതാദേവി എന്ന് പറയുന്ന ആ രത്നം എന്നും സർവത്ര ജനഹൃദയങ്ങളിൽ നിറഞ്ഞിരിക്കും എന്നുള്ളത്. കാരണം സീതാദേവിയുടെ ആ ഒരു അമ്മയുടെ ആ ഒരു ധർമ്മം എന്തായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഉത്തമയായിട്ടുള്ള ഭാര്യ എന്ന പതിവ്രത ധർമ്മം സീതാദേവി പരിപാലിച്ചു കൊണ്ടിരുന്ന വ്യക്തിത്വമായിരുന്നു. സീതാദേവിക്ക് പതിവ്രത ധർമ്മം ഉപദേശിച്ചു കൊടുത്തത് അച്ഛനായ ജനക മഹാരാജാവാണ്. ജനകനെ നമുക്കറിയാം, മഹാജ്ഞാനിയാണ് അദ്ദേഹം, ഒരു മഹാത്മാവെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. പതിവ്രത ധർമ്മം അതേപടി പരിപാലിച്ച സീതാദേവി. അതുപോലെ തന്നെ ശ്രീരാമൻ്റെ സഹോദരങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകളും സീതാദേവിയായിട്ടുള്ളതും ത്യാഗം, അത്രത്തോളം ത്യാഗം ഇനി ഒരു സ്ത്രീയും ഇത്രയും കാലം അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഇനി വരാനിരിക്കുന്ന കാലവും ഇത്രയധികം ഒരു ത്യാഗം സഹിക്കേണ്ട ഒരവസ്ഥ ഒരു സ്ത്രീക്കും വരില്ല. അത്ര ത്യാഗം സഹിച്ചവളാണ് സീതാദേവി എന്നുള്ളതാണ്. കാരണം രാമനെ പിരിഞ്ഞിരിക്കലും രാവണൻ മോഷ്ടിച്ചുകൊണ്ട് പോകലും അത് കഴിഞ്ഞ് വന്ന് അഗ്നിപരീക്ഷണത്തിന് വിധേയയാക്കിയതും അതിനുശേഷം ഉണ്ടാവുന്ന ആരോപണങ്ങളും അതിനുശേഷം രാമൻ വാൽമീകിയുടെ ആശ്രമത്തിൽ കൊണ്ടാക്കുന്നതും ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ട പോലെയുള്ളൊരവസ്ഥ വരലും ഇതെല്ലാം അവസാനം ഭൂമിദേവിയിലേക്ക് സ്വയം പോകുന്നതും ഇതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിൽ നിന്നും സഹിക്കാൻ പറ്റാവുന്ന അപ്പുറത്തൊരു വിഷയമാണ്. എന്നിട്ടും ആ ദേവി അത് സഹിച്ചു എന്നുള്ളതാണ്. അത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ശരിക്കും രാമായണം നമ്മൾ 2 ഭാഗങ്ങളാണ്. ഇപ്പോൾ വാൽമീകി രാമായണമാണെങ്കിൽ ഉത്തരകാണ്ഡമുണ്ട്, അധ്യാത്മ രാമായണമെങ്കിൽ ഉത്തര രാമായണം എന്ന് പറഞ്ഞു. ഇതും കൂടെ ചേർത്തി വായിക്കുമ്പോഴാണ് നമുക്കൊരു പൂർണ്ണ രൂപം കിട്ടുക ഓരോരുത്തരെ കുറിച്ചും. അതിൽ ഉത്തരകാണ്ഡത്തിൽ തന്നെ രാമൻ വാൽമീകിയുടെ ആശ്രമത്തിൽ കൊണ്ടാക്കാൻ വേണ്ടി പറയുമ്പം സീതാദേവി സന്തോഷപൂർവ്വമാണ് പോകുന്നത്. അവിടെ പോയി കൊണ്ടാക്കിയത് ലക്ഷ്മണനാണ്. ലക്ഷ്മണൻ കൊണ്ടാക്കി തിരിച്ചു വരുമ്പോൾ കരയാണ് ലക്ഷ്മണൻ, തേങ്ങി കരയാണ് ലക്ഷ്മണൻ. കാരണം പറയാൻ പറ്റുന്നില്ല, ഉപേക്ഷിക്കപ്പെട്ടതാണെന്ന് പറയാൻ പറ്റുന്നില്ല. സീതാദേവി ചോദിക്കുന്നുണ്ട്, എന്താ കാരണം എന്ന് ചോദിക്കുന്നുണ്ട്. നീ പറയേ, നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, നീ നല്ല ധൈര്യമുള്ളവനാണല്ലോ ലക്ഷ്മണ, പറയൂന്ന് പറയുമ്പോഴാണ് ലക്ഷ്മണൻ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇങ്ങനെയാണ് ഒരു ആരോപണം ഉണ്ടായത്, അതിൻ്റെ പേരിൽ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയതാണ്, ഉപേക്ഷിക്കപ്പെട്ട പോലെ ആക്കിയതാണെന്ന് പറയുമ്പം അപ്പോഴും സീതാദേവി രാമനെ കുറ്റം പറയുന്നില്ല. എത്രയോ പേരെ യുദ്ധം ചെയ്ത് വിധവകളാക്കാൻ ഞാൻ കാരണമായില്ലേ, ആ വിധവാ ദുഃഖം ഞാൻ ഇന്ന് അനുഭവിക്കുന്നു എന്നാണ് സീതാദേവി പറഞ്ഞിരിക്കുന്നത്. അവിടെയും നമുക്ക് പഠിക്കാനുണ്ട്. അവനവൻ ചെയ്യുന്ന കർമ്മഫലം അവനവൻ തന്നെ അനുഭവിക്കണം എന്നുള്ളത് പറയാം നമുക്ക്. അപ്പോൾ അത്ര കണ്ട് പതിവ്രതയായിരുന്നു സീത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ വിവേകാനന്ദ സ്വാമിജി പറഞ്ഞത് സീതാരത്നം, സീതാദേവി എന്ന് പറയുന്നത് അമൂല്യമായിട്ടുള്ള രത്നമാണ്. ഇനി ഒരു കാലത്തും അതുപോലുള്ളൊരു രത്നം നമുക്ക് കിട്ടില്ല എന്നും വിവേകാനന്ദ സ്വാമിജി പറഞ്ഞ് അവിടെ വച്ചിട്ടുണ്ട്.